ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയുന്നത് ഈ Q4 അല്ലെങ്കിൽ ആനുവൽ റിസൾട്ട് സീസണിൽ സോ ഫാർ ഒരു രണ്ടാഴ്ച ഒരു സംതിങ് അറൗണ്ട് 20 ഡേയ്സ് ആയിക്കണം റിസൾട്ട്സ് തുടങ്ങിയ ശേഷം ശരിക്കും വ്യക്തിപരമായിട്ട് നല്ല റിസൾട്ട് തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന 5 സ്മോൾ ക്യാപ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സ്മോൾ ക്യാപ് ട്രേഡിംഗ് ആണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ്. കാര്യം എത്ര നല്ല റിസൾട്ട് തന്നാൽ പോലും മാർക്കറ്റ് ബെയറിഷ് സോണിലേക്ക് വരുവാണെങ്കിൽ ആദ്യം ഹിറ്റ് ചെയ്ത് താഴെ പോകുന്നത് സ്മോൾ ക്യാപ്പ് ആയിരിക്കും. നോർമൽ കേസ് സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും അടങ്ങുന്ന ആ ഒരു സെഗ്മെൻ്റ് ആയിരിക്കും നോർമലി ഫസ്റ്റ് ഹിറ്റായിട്ട് താഴെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ ക്യാപ് ട്രേഡിങ്ങിൻ്റെ ഡ്രോ ഡൗൺ എന്ന് വെച്ചാൽ താഴത്തേക്ക് പോകുകയാണെങ്കിൽ 50, 60, 70% ഒക്കെ താഴത്തേക്ക് പോകാം. അതിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്, എത്ര ബെസ്റ്റ് റിസൾട്ട് ആണെങ്കിൽ പോലും ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് സ്മോൾ ക്യാപ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രത്യേകം പഠിക്കണം. അതിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടറുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചാൽ മാത്രമേ സ്മോൾ ക്യാപ് ട്രേഡിംഗ് നമുക്ക് കുറേ കൂടെ വഴങ്ങത്തുള്ളൂ ശരിക്കും. നിങ്ങൾ സ്മോൾ ക്യാപ് ട്രേഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ സ്മോൾ ക്യാപ് ട്രേഡ് ചെയ്യണമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം നല്ലോണം പഠിക്കുക, അതിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കുക, ബിഹേവിയർ മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ ശരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വല്ലാതെ പാനിക്കായി പോകും ശരിക്കും. അതുകൊണ്ടാണ് സ്മോൾ ക്യാപ് ട്രേഡിംഗ് ഏറ്റവും റിസ്ക് ഉള്ളതും. അത് കണക്ക് തന്നെ നാച്ചുറലി റിസ്ക് കൂടുമ്പോൾ റിവാർഡ് കൂടുമല്ലോ. പ്ലസ് സൈഡ് പോലെ റിവാർഡും അതുപോലെ കൊടുക്കുന്നതും ശരിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏത് സ്റ്റോക്ക് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ അകത്തുള്ള പ്ലസും മൈനസും കണ്ടുപിടിക്കുക എന്നുള്ളത് ശരിക്കും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലിയറായിട്ട് പറയുന്നു, ദിസ് വീഡിയോ ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ ഒരു കാര്യം റെക്കമെൻഡേഷൻ എടുക്കാൻ പാടില്ല. ഇതൊക്കെ ലേണിംഗ് ഇൻപുട്ടായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ ശരി. നിങ്ങൾ ലേണിങ്ങിനെ എന്തുമാത്രം ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ടർ. രണ്ടാമത്തെ പോയിൻറ്റ്, അടുത്ത ഫ്രൈഡേ നമുക്ക് നമ്മുടെ ഒരു റിസൾട്ട് ബേസ്ഡ് ആയിട്ട് ഫസ്റ്റ് സൂം ക്ലാസ് നമുക്ക് പ്ലാൻ ചെയ്യാം ബൈ അറൗണ്ട് 9 o'clock. എൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഫ്രൈഡേ 9 o'clock ശരിക്കും. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം ശരിക്കും. നമുക്ക് സ്റ്റോക്കിലേക്ക് കിടക്കാം. കമ്പനി സൂര്യ റോഷ്നിയാണ്. 1973 എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ്. ലീഡർഷിപ്പ് ഇൻ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്, ഡീപ്ലി റൂട്ടഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ബ്രാൻഡ് പ്രൊമോഷൻ ത്രൂ എക്സ്റ്റൻസീവ് TV ആൻഡ് പ്രിന്റ് അഡ്വർടൈസ്മെന്റ്സ്. ഇത് ബേസിക്കലി GI പൈപ്സിലെ എന്താ പറയുക മാർക്കറ്റ് പൊസിഷൻ, നമ്പർ 1 മാർക്കറ്റ് പൊസിഷനാണ്. API 3 LPE കോട്ടഡ് സ്പൈറൽ പൈപ്സ്, ബ്ലാക്ക് പൈപ്സ്. ദേ ഗോട്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പൈപ്പിൻ്റെ മാനുഫാക്ചേഴ്സ് ആണ്. ഡിഫറെൻറ്റ് യൂസസ് ആണുള്ളത്. അഗ്രികൾച്ചർ, ഇറിഗേഷൻ യൂസ് ചെയ്യാം, ഓയിൽ ആൻഡ് ഗ്യാസിൽ യൂസ് ചെയ്യാം, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം, കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാം, ഫാബ്രിക്കേഷൻ യൂസ് ചെയ്യാം, എയർപോർട്ട്സ്, മെട്രോ, റെയിൽവേ, വെയർ ഹൗസിംഗ്. സോ മെനി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് അവരുടെ പ്രൊഡക്ഷനുള്ളത്. ആൻഡ് അവരുടെ നട്ട്ഷെല്ലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ERW GI പൈപ്പ് മാനുഫാക്ചർ നമ്പർ 1 ആണ് ഇന്ത്യയിൽ. 50-year ബ്രാൻഡ് പ്രസൻസ് ഇൻ ഇന്ത്യ അണ്ടർ ദി ബ്രാൻഡ് പ്രകാശ് സൂര്യ. 21,000 മേളിൽ പാൻ ഇന്ത്യ ഡീലേഴ്സ് ആൻഡ് റിറ്റെയിലേഴ്സ് കൊണ്ട് ശരിക്കും. 250+ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നമ്പർ 1 എക്സ്പോർട്ടർ ഓഫ് ERW പൈപ്സ് ഫ്രം ഇന്ത്യ. 50 കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കവിടെ സ്ട്രെങ്ത്തിലേക്ക് പോകാം. റവന്യൂ നോക്ക്. 2019, 20, 21, 22, 23 5 കൊല്ലത്തെ റവന്യൂ നോക്കാം. ഹ്യൂജ് ആയിട്ട് റവന്യൂ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 205 കോടിയിൽ നിന്ന് 336 കോടിയാണ്. മോർ ദാൻ 50% ഗ്രോത്ത് ആണ് ആനുവൽ. നെറ്റ് വർത്ത് 1547 നിന്നും 1864, 30% ഓൾമോസ്റ്റ് 20% വ്യത്യാസം വന്നിട്ടുണ്ട് നെറ്റ് വർത്തിൽ. ഡെപ്റ്റ് കടം 2019 1192 കോടിയായിരുന്നു. അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് 404 കോടിയായിട്ട് കുറഞ്ഞത് ശരിക്കും. ഒരു കമ്പനിയുടെ നമ്മൾ പ്ലസ് പോയിന്റ്സ് എന്താണ്? റവന്യൂ കൂടുന്നു, പെർഫോമൻസ് കൂടുന്നു, കടം കുറയുന്നു. നിങ്ങളിവിടെ നോക്കണം. Q4 ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് 88% ഗ്രോത്ത് ഇൻ PAT ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡ്യൂ ടു റെഡ്യൂസ് ഫിനാൻഷ്യൽ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് പ്രൊഡക്ട്സ് മിക്സ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 23.6 നിന്നും 40.1 ആയി. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 22 നിന്ന് 34.8 ആയി ശരിക്കും. ഫിനാൻഷ്യൽ ഇയർ ഹൈലൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. റവന്യൂ കയറിയത് അതിൻ്റെ അകത്തുണ്ട്. ക്യാഷ് പ്രോഫിറ്റ് ഗ്രൂ ബൈ 49%, PAT ഗ്രൂ ബൈ 64%, ആൻഡ് ROCE നേരത്തെ പറഞ്ഞ പോലെ തന്നെ ROE, റിഡക്ഷൻ ഓഫ് ഡെപ്റ്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളാണ്. അടുത്ത കമ്പനി ഭാരത് വയർ റോപ്സ് ആണ്. കഴിഞ്ഞ ഏതാനും ക്വാർട്ടറായിട്ട് കൺസിസ്റ്റന്റ് പെർഫോം ചെയ്ത കമ്പനിയാണ് ഭാരത് വയർ റോപ്സ്. കമ്പനിയെ കുറിച്ചുള്ള നട്ട്ഷെല്ലാണ് ശരിക്കും. വൺ ഓഫ് ദി ലാർജസ്റ്റ് മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ വയർ റോപ്സ് ഇൻ ഇന്ത്യ. മാനേജ്മെന്റ് വിത്ത് കമ്പൈൻ എക്സ്പീരിയൻസ് ഓവർ 3 decades, സ്ട്രോങ് കസ്റ്റമർ ബേസ്, പ്രൊഡക്ട്സ് ബീങ് എക്സ്പോർട്ടഡ് ടു 50+ കൺട്രി. 50 കൺട്രിക്ക് മേളിലാണ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്. Manufacturing capability of steel wires, strands, slings and wire ropes with over thousands of varieties. Integrated state-of-art wire rope plant with a total manufacturing capacity of 72,000 metric tons annum. MTPA ആണ് ശരിക്കും.
1000-ന് മുകളിൽ എംപ്ലോയീസ് ഉണ്ട്. ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. 3-year CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് റവന്യൂ 32%, എബിറ്റ 69%. ഹ്യൂജ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ആൻഡ് 3 months ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞാൽ 1700 million ആണ്, ഇന്ത്യൻ റുപ്പിയാണ്. കമ്പനിയെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ്. 2 മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, മഹാരാഷ്ട്രയിലുമുണ്ട്. അതുപോലെ തന്നെ ചാലിസ്ഗോൺ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ വേറെ പ്ലേസിലും ഉണ്ട്. വൺ ഓഫ് ദി ലീഡിംഗ് മാനുഫാക്ചർ സ്പെഷ്യാലിറ്റി സ്റ്റീൽ വയർ ആണ്. Company has the capacity of manufacturing wire ups range from 6 mm to 90 mm and steel wire ranges from 0.3 mm to 5.5 mm. ഇത് ബേസിക്കലി എന്താ ജനറൽ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യാം, ഏവിയേഷൻ, ഫിഷിംഗ്, എലിവേറ്റേഴ്സ്, ക്രെയിൻസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഓൺഷോർ, ഓഫ്ഷോർ, ഓയിൽ എക്സ്പ്ലോറേഷൻ, പോർട്സ് ആൻഡ് ഷിപ്പിംഗ് ആൻഡ് മൈനിങ് ബേസിക്കലി. BWI products, that means Bharat Wire House products are being exported to 50 countries: Australia, Middle East, Nepal, New Zealand, UK, US, Singapore, South Africa, Vietnam and many more. See, Indian companies MNC ആയിട്ട് കുതിച്ചുയരുന്ന കാണാനായിട്ട് ഇറ്റ്സ് എന്തുമാത്രം റെസ്പെക്റ്റഡ്, എന്തുമാത്രം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഓരോരോ കമ്പനികളും. ശരിക്കും ഫിനാൻഷ്യലി Q4 ഫിനാൻഷ്യൽ ഇയർ ഹൈലൈറ്റ്സ് ആണ് ശരിക്കും. കമ്പനി റിപ്പോർട്ടഡ് ഹൈയസ്റ്റ് അവർ ക്വാർട്ടർലി ആൻഡ് ഇയർലി റവന്യൂ. Sales volume increased by 13% YOY. Current capacity utilization is 60 to 62% ആണ് current utilization. Realization improved by almost 30%. Q4 FY23 financial performance കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഫിനാൻഷ്യൽ ഇയർ 23 P&L അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. എബിറ്റ പ്ലസ് 123% ആണ് ഇയർ ഓൺ ഇയർ എബിറ്റ കൂടിയിരിക്കുന്നത്. എബിറ്റ മാർജിൻസ് 23.56% ആണ് എബിറ്റ മാർജിൻ കൂടിയിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, PAT 10.56%. PAT മാർജിൻസ് ആണ് 10.56% ആൻഡ് PAT എന്ന് പറഞ്ഞാൽ 354% ആണ് YOY ഇൻക്രീസ് വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 43.4% ആണ് അപ്പ് വന്നിരിക്കുന്നത്. ഡയലൂട്ടഡ് EPS എന്ന് പറയുന്നത് 346% കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 1 year പെർഫോമൻസ് ആണ്. എന്താ സ്റ്റെല്ലർ പെർഫോമൻസ് അല്ലെ ശരിക്കും. ഇങ്ങനത്തെ കമ്പനി മൾട്ടിനാഷണൽ ആകുമ്പോൾ പെർഫോമൻസ് കൂടി വരും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കെല്ലാം ഉള്ളത്. ശരിക്കും കീ ഓപ്പറേറ്റിംഗ് ഫിഗേഴ്സ് ആണ്, ഹൈലൈറ്റ്സ് ആണ്. 2022-2023 തമ്മിൽ വോളിയം 34,261 നിന്നും 38,536 ആയി. ഓപ്പറേഷണൽ റവന്യൂ 4,107 നിന്നും 5,891 ആയി. എബിറ്റ 621 നിന്നും 1,388 ആയി. PAT 137 നിന്നും 622. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് പറയുന്നത്. ആൻഡ് റവന്യൂ നോക്ക്, 2,577 ആണെന്ന് 2 years ബാക്ക്, അത് 5,891 ആയി. ഡബിൾ ചെയ്ത് 3 കൊല്ലം കൊണ്ട്. എബിറ്റ നോക്ക്, PAT ഫിഗർ നോക്ക് കയറിയിരിക്കുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റേഷ്യോ 10.4 നിന്നും 0.3 ആയി കുറഞ്ഞു. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇറ്റ് ഷുഡ് ബി വിത്തിൻ 1 ആണ് ശരിക്കും യാഡ് സ്റ്റിക്ക്. അത് 10.4 നിന്നും കഴിഞ്ഞ 2021-ലും 2022-ലും 0.6 ആയിട്ട് വന്നു. ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ഫിഗറിൽ 0.3 ആയിട്ട് കുറഞ്ഞു. ഹൗ ബ്യൂട്ടിഫുള്ളി കമ്പനി ഈസ് മാനേജിങ് ദ ഡെപ്റ്റ്. നെറ്റ് വർത്ത് നോക്ക്, 2007 390 million ആയിരുന്നു ഇന്ത്യൻ റുപ്പിയിൽ ഉണ്ടായിരുന്നത്. അത് 5,602 million ആയിട്ട് മാറി. ആൻഡ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 145 ഡേയ്സിൽ നിന്നും 84 ഡേയ്സ് ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. എന്താ സ്റ്റെല്ലർ പെർഫോമൻസ് അല്ലേ. അടുത്ത കമ്പനി ഡേറ്റ പാരീസ് ഗ്ലോബൽ. കമ്പനിയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. We build intelligent solutions for data-driven business to enhance their productivity and customer experience. Strong revenue and PAT growth. Financial year 23. Revenue up by 21.5%. PAT up by 20%. Healthy financials. Products ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലയന്റിലെ 300+ സിഗ്നിഫിക്കൻറ്റ് കസ്റ്റമേഴ്സ് അക്രോസ് വേൾഡ് ആണ്. ഇതും ഒരു ഇന്ത്യൻ MNC ആയിട്ട് വളരാൻ സാധ്യതയുള്ള കമ്പനിയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ശരിക്കും 21 ക്ലയൻസിനെയാണ് Q4 മാത്രം ഫിനാൻഷ്യൽ ഇയർ 2023 അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അട്രിഷൻ റേറ്റ് 24.8. നോ ഓപ്പറേഷൻസ് നോക്കും നിങ്ങൾ, അവരുടെ പെർഫോമൻസ് നോക്കുക, ഓപ്പറേഷൻ പെർഫോമൻസ് നോക്കുക. 2021 മുതൽ 2023 Q4 വരെയുള്ള ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് നോക്കുക, ഓപ്പറേഷൻ പെർഫോമൻസ് നോക്കുക. 40% ടോട്ടൽ റവന്യൂ ഗ്രൂ ബൈ 31.6 YOY and 22.6 sequential. 23% EBITDA margin Q4 മാത്രം up by 232 basis point. ഡാറ്റാമാറ്റിക്സിന്റെ ഒരു ചെറിയ നട്ട്ഷെൽ ഓഫ് കമ്പനി ഏത് ലെവലിൽ നിന്നും ഏത് ലെവലിലേക്ക് എത്തി എന്നുള്ളതിന്റെ അവരുടെ ഒരു ജേർണിയുടെ ക്രിട്ടിക്കൽ ഇൻപുട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 1975 തുടങ്ങി അവർ പോയി 2022 വരെ ഏത് ലെവലിലേക്ക് കമ്പനി എത്തി എന്നുള്ളതിന്റെ ഒരു ഇൻപുട്സ്, ഒരു ഫ്ലോ ചാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ.
കൺസോളിഡേറ്റഡ് റവന്യൂ ഒക്കെ 10.2% CAGR ആണ് ആനുവൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. കൺസോളിഡേറ്റഡ് PAT 19.4% CAGR. റവന്യൂ ബൈ ബിസിനസ്, ഓരോ ബിസിനസിന്റെ റവന്യൂ. ഡിജിറ്റൽ ടെക്നോളജി 41% കോൺട്രിബ്യൂട്ട് ചെയ്തു. ഡിജിറ്റൽ ഓപ്പറേഷൻസ് 45% കോൺട്രിബ്യൂട്ട് ചെയ്തു. ആൻഡ് ഡിജിറ്റൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന സെഗ്മെന്റ് 14% കോൺട്രിബ്യൂട്ട് ചെയ്തു. ശരിക്കും സോ ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. ആൻഡ് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ്, റവന്യൂ 1201 നിന്നും 1459 ക്രോസ്. EBITDA and margins, EBIT and margins, PAT after NCA and PAT after NCA and PAT after NCA percentage, ROE, ROCE. See, 2019 റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.3 റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 11.8 ആയിരുന്നു. അതാണ് അവർ പീരീഡ് ഓഫ് ജസ്റ്റ് 3 years 4 years 13.3 നിന്നും 21.4 20% മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലമായിട്ട് നോക്കാൻ നേരത്തുള്ള ഡിഫറൻസ് നോക്കും നിങ്ങൾ. ഡെപ്റ്റ് ഇക്വിറ്റി 0 ആണ്, കടമില്ല. കഴിഞ്ഞ കൊല്ലം എത്രയായിരുന്നു? 0.06 ആയിരുന്നു. ഇക്കൊല്ലം വന്നപ്പോൾ എന്താ? ഒരു കടമില്ല, കടം കംപ്ലീറ്റ് വീട്ടി കമ്പനി. കൺട്രോളിലെ ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് ആണ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 23. ഓപ്പറേറ്റിംഗ് റവന്യൂ 372 നിന്നും 416. EBITDA and EBITDA margins actually 15.8 നിന്നും 20.2. 59 CR ആണ്, 84.1 CR ആയത്. EBIT and EBIT margins. What a stellar performance അല്ലേ ശരിക്കും. EBITDA എന്ന് പറയുന്നത് sequential 42.7% ഗ്രോത്ത് ആണുള്ളത്. EBITDA year on year 63.5% ഗ്രോത്ത് ആണുള്ളത് ശരിക്കും. Operating revenue, റവന്യൂ സെഗ്മെന്റ്സ് ആണ് ശരിക്കും. ഈ സെഗ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും. അവർ ഏതെല്ലാം കൺട്രീസ് ആണ് ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? USA 54%, UK ആൻഡ് യൂറോപ്പ് എന്ന് പറയുന്നത് 12%, ഇന്ത്യ ഈസ് 27%. ബാക്കിയുള്ള എല്ലാം കൂടി ചേർന്നാണ് റെസ്റ്റ് ഓഫ് വേൾഡ് ROW 7%. ക്ലയന്റ് കോൺസെൻട്രേഷൻ, ഇത് ക്രിട്ടിക്കലാണ്, എസ്പെഷ്യലി IT കമ്പനീസിൽ ശരിക്കും. ടോപ്പ് 20 ക്ലയൻസിന്റെ ഫോക്കസ് നോക്ക്. 2022 23 ടോപ്പ് 20 കമ്പനി നോക്കാൻ നേരത്ത് 4% ക്ലയന്റ് കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വന്നിട്ടുണ്ട് 2023 നോക്കാൻ നേരത്ത്. ഡീൽ വിൻസ് ക്രിട്ടിക്കൽ പാരാമീറ്റർ ആണ് IT കമ്പനിയെ സംബന്ധിച്ച്. ഇത് മാത്രം ഡീൽ വിൻ ചെയ്തു, ഇത് മാത്രം ഓർഡർ ഇൻ ഹാൻഡ് എന്നുള്ളത് വായിച്ചു നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കൊച്ചു കൊച്ചു കമ്പനികൾ എങ്ങനെയാണ് സ്റ്റെല്ലർ പെർഫോമൻസ് ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും കാഴ്ചവെക്കുന്നുള്ളത്. അതിമനോഹരമായിട്ടുള്ള അല്ലെ, ആ കമ്പനിയുടെ മാനേജ്മെന്റ് വിഷനെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. അടുത്ത ഹിമാദ്രി സ്പെഷ്യാലിറ്റി. റെക്കോർഡ് റവന്യൂസ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 23. റവന്യൂ ഇൻക്രീസ് ബൈ 49%. EBITDA increased by 153%. PAT increased by 219% actually. എന്താ പെർഫോമൻസ്? ഹയസ്റ്റ് അവർ റവന്യൂ, കമ്പനിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ റവന്യൂ ആണ്. 9% റവന്യൂ വ്യത്യാസം വന്നിട്ടുണ്ട്. സെയിൽസ് 49% വ്യത്യാസം വന്നിട്ടുണ്ട്. ക്രോസിലാണ് കേട്ടോ. 2791 കോടിയിൽ നിന്ന് 4772 കോടിയായി. ശരി. EBITDA is up by 153%. നെറ്റ് ഡെപ്റ്റ് നോക്കുക, 583 കോടിയിൽ നിന്നും 200 കോടിയായിട്ട് മോർ ദാൻ 50% അല്ലെ താന്നുപോയി ഡെപ്റ്റ്. ലോങ് ടൈം ബോറോയിൻസ് 125 ക്രോസിൽ നിന്നും 93 ക്രോസ് ആയിട്ട് മാറി. കഴിഞ്ഞ കൊല്ലം 132 ആയിരുന്നു. സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ആണ്. ഡെപ്റ്റ് EBITDA എന്ന് പറയുന്നത് 4.57x നിന്നും 0.49x ആയിട്ട് ചുരുങ്ങി ശരിക്കും. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് 153 നിന്നും 69 ഡേയ്സ് ആയി. മാർക്വി ക്ലയന്റ് ആണുള്ളത്. ടോപ്പ് ക്ലയൻസ് വേദാന്ത, ആദിത്യ ബിർള, സിഎഡ്, കോണ്ടിനെന്റൽ, മിഡാസ്, ഗ്രേസ്, പിഡിലൈറ്റ്, അപ്പോളോ ടൈസ്. സോ നമ്മൾ കമ്പനി അറിയാൻ നേരത്തെ കമ്പനിയുടെ പെർഫോമൻസ് ഒപ്പം തന്നെ കമ്പനിയുടെ ഡെപ്റ്റ് റിഡക്ഷൻ പ്ലാനും എന്ന് മാത്രം ഡെപ്റ്റ് കുറഞ്ഞെന്ന് അറിഞ്ഞാൽ ആ കമ്പനിക്ക് കൂടുതൽ വാല്യൂ കിട്ടും. ഇൻ ജനറൽ ആയിട്ട് പറഞ്ഞാൽ സിൽച്ച ടെക്നോളജിയാണ് ലാസ്റ്റ് കമ്പനി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന്റെ റിസൾട്ട് വന്നേ ഉള്ളൂ. ഇൻവെസ്റ്റർ പ്രസന്റേഷൻ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ പോയിന്റ്സ് തന്നെ എടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ സ്ക്രീനറിൽ പോയിട്ട് അതിന്റെ പെർഫോമൻസ് മാത്രം ഇവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്.
സോ സിൽച്ചർ ടെക്നോളജീസ് നോക്ക്, വേൾഡ് ക്ലാസ് മാനുഫാക്ചർ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. നമുക്കൊരു പെർഫോമൻസ് നോക്കാം. നോക്ക്, മാർച്ച് 2023 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 53 കോടി, 19 കോടി എന്നാണ് 53 കോടിയായത്. ആൻഡ് സി ദി OPM എക്സ്പാൻഷൻ. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 19 കോടി നിന്നും 58 കോടിയായി. ഇത് P&L 2023 ആണ് കേട്ടോ. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ടാക്സ് കൊടുത്തോ നോക്ക്, ഓൾമോസ്റ്റ് സെയിം ആണല്ലേ, 27%, 26%. നെറ്റ് പ്രോഫിറ്റ് 14 കോടിയിൽ നിന്നും 43 കോടിയായി. EPS 36.82 നിന്നും 113 രൂപയായിട്ട് ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് കൊടുത്തത്. ശരിക്കും ദീസ് ആർ ദി കമ്പനീസ് ആക്ച്വലി എന്താ പറയട്ടെ, സ്റ്റെല്ലർ പെർഫോമൻസസ് എന്നാണ് നമ്മൾ പറയാം, ബ്ലോക്ക് ബസ്റ്റർ പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങനത്തെ പെർഫോമൻസിനെ. ബാലൻസ് ഷീറ്റ് നോക്ക്, ബാലൻസ് ഷീറ്റിന്റെ പ്ലസ് പോയിന്റ് എന്താണ്? റിസർവ് നോക്ക് 76 കോടിയിൽ നിന്നും 118 കോടിയായി. ബോറോയിങ്സ് 17 കോടിയിൽ നിന്നും 0 ആയി. ദിസ് ഇസ് മാനേജ്മെന്റ് ക്വാളിറ്റി, ദിസ് മാനേജ്മെന്റ് വിഷൻ. ശരിക്കും റവന്യൂ കൂടുന്നു, റിട്ടേൺ ഏർണിങ്സ് കൂടുന്നു, ബോറോയിങ്സ് 0 ആകുന്നു. ശരിക്കും ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് വീഡിയോ ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയുവാണ്. നിങ്ങൾ ഈ വീഡിയോ ലേണിംഗ് ആയിട്ട് എടുക്കുക, കൂടുതൽ പഠിക്കാനായിട്ട് മനസ്സിലാക്കുക. സോ ദാറ്റ് കൂടുതൽ പഠിക്കുന്നവരും കൂടുതൽ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ബെസ്റ്റ് ട്രേഡറായിട്ട് നമ്മൾ മാറുന്നത്. ശരിക്കും സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപോകാം.